നമസ്കാരം. IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഓണം അവധിക്ക് ശേഷം വിശദമായ വാദം കേൾക്കും. കേസിൽ പ്രതി ചേർക്കപ്പെട്ട നടിയുടെ അറസ്റ്റ് ഓണം അവധി കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുന്നതുവരെയാണ് കോടതി തടഞ്ഞിരിക്കുന്നത്. പരാതിക്കാരൻ ബാറിൽ വച്ച് തന്നെ അസഭ്യം പറയുകയും ലൈംഗികമായി അധിക്ഷേപിക്കുകയും ചെയ്തുവെന്ന് ലക്ഷ്മി മുൻകൂർ ജാമ്യ ഹർജിയിൽ ആരോപിച്ചു. ബാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം പരാതിക്കാരൻ കാറിൽ പിന്തുടരുകയും ബിയർ കുപ്പിയുമായി ആക്രമിച്ചുവെന്ന് ലക്ഷ്മി മേനോൻ പറയുന്നു. കെട്ടിച്ചമച്ച കഥകളാണ് IT ജീവനക്കാരൻ ഉന്നയിച്ച പരാതിയുടെ ഉള്ളടക്കം. കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ല, ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നടി മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു. കേസിൽ 3 പ്രതികളെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും ഈ സംഘത്തിൽ ഉൾപ്പെട്ട ലക്ഷ്മി മേനോനെ കണ്ടെത്താനായിരുന്നില്ല. അനീഷ്, മിഥുൻ, സോനാമോൾ എന്നിവരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. അതിനിടെ നടിയും സംഘവും IT ജീവനക്കാരന്റെ കാർ തടയുന്നതിന്റെയും പരാക്രമം കാണിക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. IT ജീവനക്കാരൻ ഉൾപ്പെട്ട സംഘത്തിൽ ഒരു തായ്ലൻഡ് യുവതിയും ഉണ്ടായിരുന്നു. ഈ യുവതിയോട് നടി ലക്ഷ്മി മേനോൻ ഉൾപ്പെട്ട സംഘത്തിലെ ചിലർ അധിക സമയം സംസാരിച്ചതാണ് തർക്കത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം. തിങ്കളാഴ്ച രാത്രി നോർത്തിലെ ബാറിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നാണ് IT ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചത്. പിന്നീട് ബാറിന് പുറത്ത് വെച്ച് തർക്കം രൂക്ഷമായതോടെ IT ജീവനക്കാരൻ ഉൾപ്പെട്ട സംഘത്തിലെ ഒരാൾ ബിയർ ബോട്ടിൽ വലിച്ചെറിഞ്ഞു. പിന്നാലെയാണ് കാർ തടഞ്ഞു നിർത്തി IT ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയത്. യുവാവിനെ വെടിമറയിലെത്തിച്ച് മർദ്ദിച്ച ശേഷം പറവൂർ കവലയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സംഘത്തിന്റെ കാറിൽ ഉണ്ടായിരുന്ന ലക്ഷ്മി മേനോൻ ആലുവയിലിറങ്ങിയ ശേഷമാണ് യുവാവിനെ വെടിമറയിലെത്തിച്ച് മർദ്ദിച്ചത്. തർക്കത്തിന് പിന്നാലെ IT ജീവനക്കാരനും കൂട്ടരും കാറുമായി പുറത്തേക്ക് പോയപ്പോൾ നടിയും കൂട്ടാളികളും കാർ തടയുകയായിരുന്നു. തുടർന്നാണ് IT ജീവനക്കാരനെ വലിച്ചിറക്കി മറ്റൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയത്. ഇതിനിടെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് IT ജീവനക്കാരനെ വഴിയിൽ ഉപേക്ഷിച്ച് സംഘം കടന്നുകളയുകയും ചെയ്തു. ലക്ഷ്മി മേനോനെ 3ാം പ്രതിയാക്കിയാണ് നോർത്ത് പോലീസ് കേസെടുത്തത്. ലക്ഷ്മി മേനോന്റെ വീട്ടിലടക്കം പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഫോൺ നമ്പറും സ്വിച്ച് ഓഫ് ആയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ ഒരാളുടെ സുഹൃത്താണ് ലക്ഷ്മി മേനോൻ എന്നാണ് വിവരം. അതേസമയം അറസ്റ്റിലായ സോനമോളുടെ പരാതിയിൽ IT ജീവനക്കാരന്റെ സംഘത്തിൽപ്പെട്ട ഒരാൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മദ്യക്കുപ്പി എറിഞ്ഞ് തന്നെ പരിക്കേൽപ്പിച്ചെന്നാണ് സോനമോൾ ഇയാൾക്കെതിരെ നൽകിയ പരാതി. കേസിലെ പ്രതിയായ ലക്ഷ്മി മേനോൻ മലയാളം, തമിഴ് സിനിമകളിൽ സജീവമായ നടിയാണ്. കുംകി, ജിഗർതണ്ട, അവതാരം, വേതാളം, ചന്ദ്രമുഖി 2 തുടങ്ങിയ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവത്തിന് ശേഷം ലക്ഷ്മി മേനോൻ ഒളിവിൽ പോവുകയായിരുന്നു. ബാക്കി 3 പേരെയായിരുന്നു പിടികൂടിയത്. എന്തായാലും ഓണം കഴിഞ്ഞായിരിക്കും ഇനി കേസ് പരിഗണിക്കുക. മറ്റു പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.